വിമാനത്താവളത്തിലെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് എത്ര സാധനങ്ങൾ വാങ്ങിയാലും അവയുടെ ഭാരം ലഗേജിൽ കണക്കാക്കില്ലെന്നാണ് പൊതുവെയുള്ള ധാരണ. അതുകൊണ്ട് തന്നെ പാൽപ്പൊടി ടിന്നുകളടക്കം ഭാരമേറിയ ഉൽപ്പന്നങ്ങൾ പലതും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പതിവ് ഗൾഫ് മലയാളികൾക്കിടയിൽ വ്യാപകമാണ്. എന്നാൽ ഹാൻഡ് ബാഗേജ് പരിധിക്ക് മുകളിൽ ഭാരമുള്ള എന്തിനും അമിത ബാഗേജ് ഈടാക്കാമെന്ന് എയർലൈൻസ് അധികൃതർ വിശദീകരിക്കുന്നു. Airline is a different company which is taking a passenger from point A to point B by allowing certain kilos. But definitely when you wanted to go for a duty free shopping, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 8 കിലോ 7 കിലോ ഇപ്പോൾ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 കിലോ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കയ്യിൽ വെക്കുക. റിമൈനിങ് 4 കിലോസ് നമ്മളെപ്പോഴും മനസ്സിൽ കരുതുക, ഓക്കെ ഐ എം ഗോയിങ് ടു ഡു സം ഷോപ്പിംഗ്. അപ്പോൾ അതിൽ പിന്നെ ഒരു 2 കിലോസ് 3 കിലോസ് എക്സ്ട്രാ വന്നാൽ തന്നെ അത് 3 ഒബ്വിയസ് ആയി കാണില്ല, എയർലൈനിന് തോന്നില്ല ഇവൻ ഈസ് ഗോയിങ് ടു ക്യാരി സോ മെനി എക്സസ് ബാഗ്സ്. സോ ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സിന് വേറൊരു ഇൻകൺവീനിയൻസ് ഇല്ലാണ്ട് ഒരു 3-4 കിലോസ് കയ്യിലുള്ളതുകൊണ്ട് ദേ ക്യാൻ ആഡ് അനദർ 3 കിലോസ് ഓർ 4 കിലോസ് ഫ്രം ഡ്യൂട്ടി ഫ്രീ. അടുത്തിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഡ്യൂട്ടി പെയ്ഡ് പാക്കറ്റുകളുടെ അമിതഭാരത്തിന് ചാർജ് ഈടാക്കി തുടങ്ങിയത്. ഇത് പലപ്പോഴും വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് യാത്രക്കാരും എയർലൈൻ അധികൃതരും തമ്മിൽ തർക്കത്തിന് കാരണമാകുന്നുണ്ട്. ഹാൻഡ് ബാഗേജ് പരിധിയായ 7-8 കിലോയ്ക്ക് മുകളിൽ ഡ്യൂട്ടി പെയ്ഡ് സാധനങ്ങൾ അനുവദിക്കില്ലെന്നാണ് എയർലൈൻസുകളുടെ നിലപാട്. ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുണ്ടാകാം, എന്നാൽ വിമാനത്തിലെ ലഗേജ് ചാർജ് ഇവയ്ക്ക് ഒട്ടും ഫ്രീ അല്ല എന്ന് ചുരുക്കം. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.